നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കണ്ടു. ഇനി നമുക്ക് ഇന്ന് കാണേണ്ടത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്, വിച്ച് ഈസ് കോൾഡ് ആസ് അല്ലെങ്കിൽ വിച്ച് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, വർക്ക് ഫങ്ഷൻ അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ പലർക്കും ഡൗട്ട് തോന്നിയേക്കാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അതായത് ഫോട്ടോൺ വന്ന് തട്ടി ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് വരുന്ന സമയത്തും അതല്ല ഇനിയിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിലും പലരും ചോദിക്കാറുണ്ട്. അതായത് ഒരു ഫോട്ടോൺ വന്നു, ലൈറ്റിനെ നമ്മൾ എന്തായാലും ഒരു ഫോട്ടോണായിട്ട് കൺസിഡർ ചെയ്തു, പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തു. ഇതിലേക്ക് വരാട്ടോ മക്കളെ. അപ്പോൾ ലൈറ്റിനെ നമ്മളൊരു ഫോട്ടോൺ, ഒരു ലൈറ്റ് പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്തു. ഈ ലൈറ്റ് പാർട്ടിക്കിൾ ഒരു മെറ്റൽ സർഫസിൽ വന്ന് തട്ടി. അപ്പോൾ നമ്മളിതിവിടെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മെറ്റൽ സർഫസാണ്. ഈ മെറ്റൽ സർഫസിലേക്ക് ഇതിലെന്തായാലും നിറച്ച ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ. ലൈറ്റ് ഈസ് കമ്മിങ്, ഫോട്ടോണായിട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഒരു ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെന്ന് വിചാരിക്കുക. സോ എൻ എനർജി ഓഫ് എച്ച് ന്യൂ, എനർജി പാക്കറ്റ് ഓഫ് എച്ച് ന്യൂ ഇസ് കമ്മിങ്. ഇതിവിടെ ഒന്ന് തട്ടി. ഈ തട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ എച്ച് ന്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രം ദ മെറ്റൽ സർഫസ് യു ക്യാൻ സീ ആൻ ഇലക്ട്രോൺ എമിഷൻ. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. അപ്പോൾ ആ ഫോട്ടോൺ എവിടെ പോയി? പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള കാര്യമാണ്. ഇപ്പോൾ ഫോട്ടോൺ വന്നു, മെറ്റൽ സർഫസിൽ വന്ന് തട്ടി, ഇലക്ട്രോൺ അവിടെ നിന്ന് എമിറ്റ് ചെയ്തു. വർക്ക് ഫംഗ്ഷൻ കൂടുതലായതുകൊണ്ട്, വർക്ക് ഫംഗ്ഷനേക്കാൾ നമ്മൾ അപ്ലൈ ചെയ്ത എനർജി കൂടുതലായതുകൊണ്ട് അപ്പോൾ ആ ഫോട്ടോൺ എവിടെ പോയി? അവിടെ ഒരു ടൈം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലരുടെ ഭാഗത്തുനിന്നും കാണാറുണ്ട്. ഫോട്ടോൺ എവിടെയും പോകുന്നില്ല. ഈ ഫോട്ടോൺ വന്ന് തട്ടുന്നത് വരെ അതൊരു പാർട്ടിക്കിളാണ്. ഇറ്റ് ഈസ് എ ഫോട്ടോണിക് പാർട്ടിക്കിൾ, ലൈറ്റ് പാർട്ടിക്കിൾ. വന്ന് തട്ടുന്ന ആ മൊമെൻറ്റിൽ ഫോട്ടോണിൻ്റെ നേച്ചർ പാർട്ടിക്കിൾ നേച്ചറിൽ നിന്ന് വേവ് നേച്ചറിലേക്ക് മാറും. ആൻഡ് ദർ കംസ് ദ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഓഫ് ലൈറ്റ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വന്ന് തട്ടുന്നത് വരെ നമ്മൾ ഫോട്ടോണിനെ ലൈറ്റിനെ എന്തായിട്ട് കണ്ടാൽ മതി? ഒരു പാർട്ടിക്കിളായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പാർട്ടിക്കിളായിട്ട്, കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ട് കണ്ടാൽ മതി. വന്ന് തട്ടി ഇലക്ട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ലൈറ്റിൻ്റെ നേച്ചർ എന്തായിട്ട് മാറുകയാണ്? വേവ് നേച്ചറായിട്ട് മാറുകയാണ്. സോ ലൈറ്റ് ബിക്കംസ് എനർജി ഓർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ആ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയിൽ നിന്ന് വി ഹാവ് ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് കേസ്. അപ്പോൾ ലൈറ്റ് വരുന്നു, ഇവിടെ പോയി തട്ടുന്നു. ലൈറ്റിൻ്റെ എനർജി ഇലക്ട്രോണിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാൾ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണ്. അപ്പോൾ വന്ന് തട്ടുന്ന ആ ബൊമ്പാർഡ്മെൻറ്റ് അല്ലെങ്കിൽ കൊളീഷൻ നടക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഇൻ ദ വേവ് ഫോം ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയുടെ ഒരു ഭാഗം, ലൈറ്റിൻ്റെ എനർജി മൊത്തമായിട്ട് എന്തിനു യൂസ് ചെയ്യുന്നില്ല? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ലൈറ്റിൻ്റെ എനർജി ഇപ്പോൾ സപ്പോസ് എച്ച് ന്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50. ഇപ്പോൾ ആദ്യത്തെ ഇതിലെ ഒരു കേസ് നമുക്ക് നോക്കാം. എന്താണ്? ഇഫ് എച്ച് ന്യൂ ഈക്വൽ ടു 50 ആണെന്ന് വിചാരിക്കുക. ആ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷന് ഈക്വൽ ആണ്. സോ അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? ആ ലൈറ്റ് വന്ന് തട്ടുന്ന ആ മൊമെൻറ്റിൽ വിത്തൗട്ട് എനി ടൈം ഡിലേ അതേ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ ലൈറ്റിൻ്റെ നേച്ചർ എന്തായിട്ട് മാറുകയാണ്? വേവ് നേച്ചറായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ലൈറ്റ് എനർജി മൊത്തമായിട്ട് ആർക്ക് കൊടുക്കുന്നു? ഈ പറഞ്ഞ മെറ്റൽ സർഫസിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ഇൻ ദാറ്റ് കേസ് എച്ച് ന്യൂവും 50 ഈക്വൽ ആയതുകൊണ്ട് ആ ലൈറ്റ് എനർജി മൊത്തം അബ്സോർബ് ചെയ്യുന്നു? മെറ്റൽ സർഫസ് അബ്സോർബ് ചെയ്ത് ആരെ ഇജക്റ്റ് ചെയ്യാണ്? ഇലക്ട്രോണിനെ അവിടുന്ന് റിലീസ് ചെയ്യാണ്. അവിടെ എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ? റിമൂവൽ ഓഫ് ഇലക്ട്രോൺ മാത്രമേ നടക്കുന്നുള്ളൂ. ഓൺലി റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഹാപ്പൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആൻഡ് ഇലക്ട്രോൺ ഈസ് റിമൂവ്ഡ് ഫ്രം ദ മെറ്റൽ സർഫസ്. രണ്ടാമത്തെ കേസ് ദ എനർജി ഓഫ് ലൈറ്റ്. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കേസുകളാണ്. എച്ച് ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 50, വളരെ കൂടുതലാണ്. ഇപ്പോൾ ലൈറ്റിൻ്റെ എനർജി 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്, പക്ഷേ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ എക്സസ് എനർജി അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ലൈറ്റ് വരുന്നു, മെറ്റൽ സർഫസിൽ പോയി ബൊമ്പാർഡ് ചെയ്യുന്നു. ബൊമ്പാർഡ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ തന്നെ ഫോട്ടോൺ എന്തായിട്ട് മാറുകയാണ്? അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ എന്തായിട്ട് മാറുകയാണ്? ലൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട്. ഓർമ്മിക്കുക, ഡ്യുവൽ നേച്ചർ അല്ലെങ്കിൽ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് വേവായിട്ട് മാറി. ആ ലൈറ്റ് വേവിൻ്റെ എനർജി മൊത്തമായിട്ട് എവിടേക്ക് കൊടുക്കുന്നു? ഈ പറഞ്ഞ മെറ്റൽ സർഫസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഫോട്ടോൺ എവിടെ പോയി എന്നുള്ള ക്വസ്റ്റ്യൻ ഇനി ചോദിക്കരുത് ആരും. കാരണം ഫോട്ടോൺ അവിടെ തന്നെ ഉണ്ട്. ഫോട്ടോൺ എന്ത് മാറുകയാണ്? അതിൻ്റെ നേച്ചർ മാറുകയാണ്.
ഇറ്റ് ഈസ് വരുന്നത് വരെ അതെന്താണ്, ഒരു പാർട്ടിക്കിളാണ്. ആൻഡ് ആഫ്റ്റർ ഹിറ്റിംഗ് ദ മെറ്റൽ സർഫസ് ഇറ്റ് ഈസ് ഡിസ്ഗൈസ്ഡ് ആസ് എനർജി ഇൻ ദ വേവ് ഫോം. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ എനർജിയുടെ ഒരു ഭാഗം എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും ഒരു ഭാഗം. പക്ഷേ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താലും ബാക്കി അവിടെ എനർജി ഇല്ലേ മക്കളെ? ഇവിടെ പിന്നെ ബാക്കി എനർജി ഒന്നുമില്ല. വരുന്ന ലൈറ്റിൻ്റെ ഫോട്ടോണിൻ്റെ എനർജിയും മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷനും രണ്ടും സെയിം ആണ്. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താലും എക്സസ് എനർജി അവിടെ കിടക്കുന്നുണ്ട്. H-50 എന്ന് പറയുന്ന എനർജി പിന്നെ അവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് എനർജി ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് ദ ഇലക്ട്രോൺ ഓർ സിംപ്ലി ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രോണിക് കൈനറ്റിക് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കേസിൽ ദർ ഹാപ്പൻസ് 2 പ്രോസസ്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ എപ്പോഴത്തെയും പോലെ എന്ത് നടക്കും? റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് നടക്കും, പ്ലസ് എന്ത് നടക്കണം? മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് നടക്കണം. സോ ഇവിടെ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് മാത്രം. ഇവിടെയാണെങ്കിൽ ദ എനർജി ഓഫ് ലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആസ് വെൽ ആസ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ പാർട്ടിക്കിൾ, ഇതാണ് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ സർഫസ് ദ എനർജി ഓഫ് ദ ലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാൻ ബി യൂസ്ഡ് ഫോർ 2 പർപ്പസ്. ഒന്ന് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസും രണ്ടാമത്തെ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസും ആണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ്. മൂന്നാമത്തെ ഒരു കേസ് നേരത്തെ പറഞ്ഞതാണ്. ഇഫ് h nu is much less than the work function, no removal happens, no movement of electrons will occur, but you can just excite electrons, and that excitation will be followed by a de-excitation which results in the spectrum. ഹൈഡ്രജൻ സ്പെക്ട്രം ഓർമ്മയിൽ വരിക. നമ്മൾ കെമിസ്ട്രിയിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നമ്മളുടെ സബ്ജക്റ്റിൽ അടുത്ത ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എക്സൈറ്റേഷൻ, ഡി എക്സൈറ്റേഷൻ, റെഡ്ബർഗ് ഇക്വേഷൻ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ഡീൽ ചെയ്യുന്നില്ല. ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ കമ്മിങ് ചാപ്റ്റർ. അപ്പോൾ ഇതാണ് 3 പോസിബിൾ കേസുകൾ അവിടെ നടക്കാവുന്നത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നൗ വി ക്യാൻ ഗോ ടു ദ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇവിടുന്ന് ഈ കഴിഞ്ഞ ഇതിന് നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യം എന്താണ്? ഫോട്ടോൺ എവിടെയും പോകണില്ല. ഹിറ്റ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഫോട്ടോൺ എന്തായിട്ട് മാറുകയാണ്? ഒരു വേവ് പാർട്ടിക്കിൾ നേച്ചറിൽ നിന്ന്, ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്ന നേച്ചറിൽ നിന്ന് വേവ് നേച്ചറിലേക്ക് മാറുകയാണ്. അത് അവിടെ തന്നെ ഉണ്ട്. പാർട്ടിക്കിൾ നേച്ചർ എന്തായിട്ട് മാറി? വേവ് നേച്ചറായിട്ടല്ല. അപ്പോൾ ഇനി ഫോട്ടോൺ എവിടെ പോയി സാറേ എന്ന് ചോദിക്കേണ്ട വരും. ഫോട്ടോൺ അവിടെ തന്നെ ഉണ്ട്, സ്വഭാവം മാറുന്നു എന്ന് മാത്രം. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൈം ഡിലേ വരാത്ത പ്രോസസ്സാണ്. ടൈം ഡിലേ വരാത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലാഗിങ് ഓഫ് ടൈം നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. എന്തിൻ്റെ? ഇപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് ഫോട്ടോൺ വന്ന് ഹിറ്റ് ചെയ്യുന്നതും ആ ഹിറ്റ് ചെയ്തതിന് ശേഷം ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നതും അതെല്ലാം ഒരേ ഇൻസ്റ്റൻറ്റിൽ നടക്കുന്ന പ്രോസസ്സുകളാണ്. ലൈറ്റ് വരുന്നു, ആ വന്ന് മെറ്റൽ സർഫസിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോൺസ് അവിടെ നിന്ന് ഇജക്ട് ചെയ്യും, പ്രൊവൈഡഡ് ദ എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ വർക്ക് ഫംഗ്ഷൻ. അല്ലാതെ അവിടെ ഇലക്ട്രോൺസ് ഫോട്ടോൺ വന്നു, മെറ്റൽ സർഫസിൽ തട്ടി, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇലക്ട്രോൺ, അങ്ങനെയല്ല. അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് വിത്തൗട്ട് എനി ടൈം ഡിലേ. സോ അവിടെ ഒരേ ഇൻസ്റ്റൻറ്റിൽ തന്നെയാണ് ഈ പറഞ്ഞ കൊളീഷനും റിമൂവൽ ഓഫ് ഇലക്ട്രോൺസും സ്റ്റാർട്ടിങ് ഓഫ് ഇലക്ട്രോണിക് മോഷനും അതെല്ലാം നടക്കുന്നത്. അത് ഓർമ്മയിൽ വേണം. പിന്നെ ഇതൊരു 1-to-1 പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ റിജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത് ഒരൊറ്റ സിംഗിൾ ഫോട്ടോണുമായിട്ടുള്ള കൊളീഷൻ വഴിയാണ്. അതായത് ഇതും പലർക്കും ഡൗട്ട് വന്നേക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു മെറ്റൽ സർഫസ് നിങ്ങളെടുത്തു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇക്വേഷനിലേക്ക് പോയാലേ അത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇവിടുത്തെ ഇലക്ട്രോൺസുകളുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു 4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വിചാരിച്ച മക്കളെ. 4 ഇലക്ട്രോൺ വോൾട്ടാണ് വർക്ക് ഫംഗ്ഷൻ. നിങ്ങളിങ്ങനെ ലൈറ്റ് അടിക്കുകയാണ് അതിലേക്ക്. പക്ഷേ വരുന്ന ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് 3.5 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. 3.5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് 3.5, അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 3.5 ഇലക്ട്രോൺ വോൾട്ടാണ് വരുന്നത്. ഈ ഇലക്ട്രോണ് 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിലേ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3.5 ഇലക്ട്രോൺ വോൾട്ട് വന്നു. അപ്പോൾ 3.5 ഇലക്ട്രോൺ വോൾട്ട് അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് ഇനി അടുത്ത ഫോട്ടോൺ വരുന്നവരെ വെയിറ്റ് ചെയ്ത് രണ്ടാമത് വരുന്ന ഫോട്ടോണിൻ്റെ കയ്യിൽ നിന്ന് 1/2 ഇലക്ട്രോൺ വോൾട്ടും കൂടെ എടുത്തിട്ട് പുറത്തേക്ക് പോകല്ല ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ഒരു 100 രൂപ ആവശ്യമുണ്ട്, എൻ്റെ അടുത്ത് 90 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 10 രൂപ കടം മേടിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ പ്രോസസ്സ് നടക്കണേ. അതൊന്ന് ഓർമ്മിച്ചോളൂ.
1-to-1 പ്രോസസ്സാണ്. ഇവിടെ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി 3.5 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ യു ക്യാൻ നെവർ സീ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്സ്. ഇറ്റ് വിൽ ഹാപ്പൻ ഓൺലി വെൻ ദ അപ്ലൈഡ് എനർജി ഓഫ് ലൈറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 4 ഇലക്ട്രോൺ വോൾട്ട്. അല്ലാതെ ഒന്ന് കുറച്ച് നേരം ഇതിപ്പോൾ 3.5 കിട്ടി, ഇനിയിപ്പോൾ അരയും കൂടെ കിട്ടണം, അത് കടമെടുക്കുക, അങ്ങനെ കടമെടുക്കൽ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. ഇതൊക്കെ പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓർമ്മിച്ചോളൂ, ഈ ഒരു കേസിലാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന കേസെങ്കിൽ at any circumstances you cannot see photoelectric effect. ഓക്കെ, ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് 3.5 അല്ല 4-നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. 4 ആണെങ്കിലും കാണാം. 4 ആണെങ്കിൽ എന്ത് മാത്രമേ നടക്കുള്ളൂ? റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ നടക്കുള്ളൂ. മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. കാരണം വന്ന ലൈറ്റിൻ്റെ എനർജി മൊത്തം എന്തിനു വേണ്ടി യൂസ് ചെയ്തു? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ബട്ട് there is no energy remaining for the movement of electron. So there is no kinetic energy of electron. Electron remove ചെയ്ത ഇലക്ട്രോൺ മെറ്റൽ സർഫസുമായിട്ട് അൺബൗണ്ടഡ് ആയിട്ട് ആ മെറ്റൽ സർഫസിനെ സറൗണ്ട് ചെയ്ത് നിൽക്കും. അത് ഓർമ്മിച്ചോളൂ. ഓക്കെ, നൗ വി വിൽ ഗോ ടു ദ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ ഐൻസ്റ്റീൻ പറയുന്നതനുസരിച്ച് എന്താണ് നമ്മൾ നേരത്തെ കണ്ടത്? ദ എനർജി ഓഫ് ലൈറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ 2 purposes. 1 to remove the electron and the balance 1 is to move the electron. So the energy of the light is used as the work function and the remaining will be used as the kinetic energy of electrons. ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് അത് വരുന്ന സിറ്റുവേഷൻ എന്തായിരുന്നു? ഇഫ് ദ എനർജി ഓഫ് ലൈറ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ വർക്ക് ഫങ്ഷൻ, വി ക്യാൻ സേ ദാറ്റ് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. വി ക്യാൻ സേ എച്ച് ന്യൂ. ഇതിന് പല വെർഷൻസ് ഉണ്ട്, എല്ലാം നമുക്കിവിടെ പറയാം. എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് എന്താ? റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ എഴുതി വയ്ക്കാം. എനർജി ഓഫ് ലൈറ്റ് പറയുന്നത് 2 കാര്യങ്ങൾക്കാണ്. എനർജി ഓഫ് ലൈറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ റിമൂവൽ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ മെറ്റൽ സർഫസ്. അപ്പോൾ എച്ച് ന്യൂ ഫസ്റ്റ് അതിൽ നിന്നൊരു ഭാഗം എന്തിലേക്ക് പോയിട്ടുണ്ട്? വർക്ക് ഫങ്ഷനായിട്ട് പോയിട്ടുണ്ട്. പ്ലസ് ബാക്കി വരുന്നതാണ് ആര്? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്, മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇത് സ്റ്റാൻഡേർഡ് വെർഷനാണ്. ഇതിനെ തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? പല രീതിയിൽ നമുക്കിതിനെ എഴുതാം കേട്ടോ. അത് ഓരോന്നായിട്ട് നമുക്ക് പറയാം. 5-0ക്ക് പകരം എന്തെഴുതാം മക്കളെ? എച്ച് ന്യൂ 0 എന്ന് എഴുതാലോ. കൈനറ്റിക് എനർജി പിന്നെ നമുക്ക് മാറ്റാനില്ല. ഇറ്റ് ഈസ് ആസ് ഹാഫ് ഇൻറ്റു mv² ആണ്. ഇത് ഫ്രീക്വൻസിയുടെ ടൈമിലുള്ളതാണ്. ഇതേ കാര്യത്തിനെ തന്നെ നമുക്കിപ്പോൾ വേവ് ലെങ്ത്തിൻ്റെ ടൈമിൽ എഴുതാമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ വരിക? വേവ് ലെങ്ത്തിൻ്റെ ടൈമിലാണെങ്കിൽ hc ഡിവൈഡഡ് ബൈ ലാംഡ ഇസ് ഈക്വൽ ടു hc ഡിവൈഡഡ് ബൈ ലാംഡ 0 പ്ലസ് ഹാഫ് ഇൻറ്റു mv² എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യാറില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഈ ഹാഫ് mv² hc ബൈ ലാംഡ വെച്ച് എച്ച് ന്യൂ എന്നൊക്കെ പറയുന്നത് SI യൂണിറ്റാണ്. നമുക്കതൊന്നും വേണ്ട. നമ്മളുടെ അടുത്ത് ആരുണ്ട്? 1240 ഉണ്ട്, അല്ലെങ്കിൽ 12400 ഉണ്ട്. നമുക്കത് മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനുകളിലെല്ലാം അവിടെ എനർജി റെപ്രസെൻറ്റേഷൻ എന്തിലാണ്? എനർജി ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ജൂൾ. നമുക്കത് വേണ്ട. നമുക്ക് എന്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ ഇതൊന്നും വേണ്ടല്ലോ. എന്തായിട്ട് എഴുതിയാൽ മതി? 1240 ഇൻറ്റു 1240 1237.5 എന്ത് വേണമെങ്കിലും എടുത്തോ. ഇനിയിപ്പോൾ 1240 എടുത്തൊരു ബുദ്ധിമുട്ട് വേണ്ട. 1237.5 ഇൻറ്റു 1 ലാംഡ മൈനസ് 1 ലാംഡ 0 ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറേ കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് എപ്പോഴും ഹാഫ് mv² ആയിട്ട് തരണമെന്നില്ല. യു ക്യാൻ കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓൺലി വെൻ ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇസ് ഗിവൺ. എപ്പോഴും തരണമെന്നില്ലല്ലോ. പക്ഷേ നമുക്കറിയാം ഈ ഇലക്ട്രോണിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് നോർമലായിട്ട് എഴുതുന്ന ഹാഫ് mv² എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയെ നമുക്ക് എന്തും കൂടെ എഴുതാം. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു EV, E into V, where V represents the accelerating voltage of electron. കാരണം അവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വരുന്നു എന്ന് പറയും. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വന്നാൽ ഇലക്ട്രോൺസ് എപ്പോഴും ഏത് ഡയറക്ഷനിലാണ് മക്കളെ ഫ്ലോ ചെയ്യുക? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇലക്ട്രോൺസ് എപ്പോഴും ഇപ്പോൾ ഏത് ചാർജ് ആണെങ്കിലും ലോ പൊട്ടൻഷ്യലിൽ നിന്ന് ഹൈ പൊട്ടൻഷ്യലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ
ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന എവിടേക്കാണ്? നെഗറ്റീവ് റീജിയനിൽ നിന്ന് പോസിറ്റീവ് റീജിയനിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ഇലക്ട്രോണിനെ ലോ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ദെയർ ഷുഡ് ബി സം പൊട്ടൻഷ്യൽ ടു അട്രാക്ട് ദ ഇലക്ട്രോൺ. ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വി. ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്നും പറയും, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നും പറയും. വി ക്യാൻ സി വാട്ട് ഇറ്റ് ഈസ് മീൻ. അപ്പോൾ ഇവിടെ ഈ ½ പകരം പല സിറ്റുവേഷൻസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇ വി ആണ്. ബിക്കോസ് വെലോസിറ്റി തരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഇക്വേഷൻസിനെ നമുക്കിതാ ഇങ്ങനെയും കൂടെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അതെല്ലാവരും ഓർമ്മിച്ചോളൂ. 1037.5 ഇൻറ്റു 1/λ മൈനസ് 1/λ0. ഇതെന്തിനാ മക്കളെ? നാനോമീറ്ററിലാണ്. ഈക്വൽ ടു ഇ വി, വേർ വി റെപ്രസെൻറ്റ്സ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോൺ. പക്ഷേ ഇതും നമുക്ക് പല സിറ്റുവേഷൻസിൽ ആവശ്യം വരാറുണ്ട് കേട്ടോ. ഇതിലൊക്കെ ആണെങ്കിൽ എനർജി എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിലാണ്? ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് വെർഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക ഈ കാണുന്നതാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് SI യൂണിറ്റിൽ കാണുന്ന സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇത് അതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ട് പല തരത്തിൽ പല വെർഷൻസിൽ നമ്മൾ പറയുന്നു എന്ന് മാത്രം. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ½mv²-നൊപ്പം തന്നെ ഇ വി എന്ന് പറയുന്ന വാല്യൂം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകണം. ഇതിൽ ആർക്കും ഡൗട്ടുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ സിംപ്ലിഫൈഡ് ആക്കി പറഞ്ഞിട്ടുണ്ട്. സോ നൗ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. ഇനി നമ്മൾ കാണേണ്ടത്, നമ്മളിപ്പോൾ ആ ഇക്വേഷൻ കണ്ടല്ലോ, എന്തായിരുന്നു? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു എന്താണ്? hν മൈനസ് φ0 എന്ന് പറഞ്ഞൂടെ? കാരണം hν ഈസ് ഈക്വൽ ടു φ0 പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ 2 പർപ്പസ്. എന്തിനാണ്? ഒന്ന് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസും പിന്നെ ഒന്ന് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസും. hν ഈക്വൽ ടു φ0 പ്ലസ് ഇ വി. ഇ വി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇനി എളുപ്പം നമുക്ക് ഈ പറഞ്ഞ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇത് ആരാന്നുള്ള കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ്. ഞാനപ്പോൾ എന്താ എഴുതാണ്? ഇ വി ഈസ് ഈക്വൽ ടു hν മൈനസ് φ0 എന്നെഴുതി. ഇവിടെ അപ്പോൾ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയിൽ മാറ്റം വരാം. φ0 എന്ന് പറയുന്നത് ആ മെറ്റൽ, നിങ്ങൾ ഏത് മെറ്റലാണോ എടുക്കുന്നത് ആ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. കാരണം ഇപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി എന്താണ്? സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതിലൊരിക്കലും മാറ്റം വരില്ല. ഫസ്റ്റ് അയണൈസേഷൻ എനർജി. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ മാറാവുന്നത് ആരൊക്കെയാണ്? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി മാറാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രീക്വൻസി മാറാം. ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ്. നമ്മൾ എത്രയാണോ ഫ്രീക്വൻസി കൊടുക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഇതും കൈനറ്റിക് എനർജിയും വേരിയബിളാണ്, അതേപോലെ തന്നെ ഫ്രീക്വൻസിയും വേരിയബിളാണ്. രണ്ടിൻ്റെയും പവർ ഒന്നാണ്. സോ ഇറ്റ് ഈസ് സിമിലർ ആസ് y ഈക്വൽ ടു mx മൈനസ് സി എന്ന് പറയുന്ന ഫോർമാറ്റിലല്ലേ മക്കളെ? ഈ ഇക്വേഷൻ കിടക്കുന്നത് y ഈക്വൽ ടു mx മൈനസ് സി എന്ന് പറയുന്ന ഫോർമാറ്റിലല്ലേ? കുറേ കൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് v ഈസ് ഈക്വൽ ടു ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ദ ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു h/e. ഇതിവിടെ കിടക്കണ്ട. ഇവിടെ ശരിക്കും ഈ മാറില്ലല്ലോ ഒരിക്കലും. മാറുന്ന ആരാണ്? ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ആണ് അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തിനനുസരിച്ച്? ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി of light that incidenting on the metal surface. Accelerating voltage of electrons will vary. h/e into nu minus φ0 എന്ന് വരും. ഇതാണ് ഞാൻ എന്ത് പറഞ്ഞത്? y ഈക്വൽ ടു mx മൈനസ് സി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് y. ഒന്ന് നമുക്ക് കളർ മാറ്റി പിടിക്കാം, അതാണ് നല്ലത്. കളർ മാറ്റി പിടിച്ചാൽ വെള്ള. y ഈക്വൽ ടു mx മൈനസ് സി. സ്ട്രൈറ്റ് ലൈനാണ്. ഗ്രാഫ് വരയ്ക്കാമല്ലോ നമുക്ക്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ആക്സിസിൽ ആരാ വരേണ്ടത്? ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. എക്സ് ആക്സിസിൽ ആരാ വരേണ്ടത്?
നമ്മളുടെ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റാണ്. ഇവിടെ നോക്കിക്കോ, വെൻ ഫൈ ഈക്വൽ ടു വെൻ ന്യൂവിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഈ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഫൈ 0 ആണ്. അതായത് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ വാല്യൂ ഓഫ് വൈ വെൻ ദ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. സപ്പോസ് ഫ്രീക്വൻസിയുടെ വാല്യൂ 0 ആയിരുന്നെങ്കിൽ, ഇഫ് ഫ്രീക്വൻസി വാസ് 0, ഈ ടൈം അങ്ങ് പോയി, അപ്പോൾ വി ഈക്വൽ ടു എത്ര വരും? -50 എന്ന് വരും. അപ്പോൾ -50 നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? എന്താ ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യണം. ദിസ് റെപ്രസെൻറ്റ്സ് -50. പിന്നെ സ്ലോപ്പ് പറഞ്ഞ എത്ര വരിക? ഇതല്ലേ ഈ സ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ഇത് y ഈക്വൽ ടു mx - c ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെയല്ലേ കിട്ടുക. ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം എ നെഗറ്റീവ് y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? dy/dx എടുത്തു കഴിഞ്ഞാൽ dy/dx ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു tan തീറ്റ. ഇത് തന്നെയാണ് കേട്ടോ ആംഗിൾ. tan തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു h/e. h/e എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഹെച്ചും കോൺസ്റ്റൻ്റ് ആണ്, ഇയും കോൺസ്റ്റൻ്റ് ആണ്. സോ ദാറ്റ് മീൻസ് വട്ട് എവർ ബി ദ മെറ്റൽ ദാറ്റ് യു ആർ കൺസിഡറിങ്, യു ക്യാൻ പ്ലോട്ട് ഡിഫറെൻറ്റ് ഗ്രാഫ്സ് ഫോർ ദ മെറ്റൽ. പക്ഷേ ഏത് മെറ്റലിൻ്റെ ഗ്രാഫ് എടുത്താലും അതിൻ്റെയൊക്കെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോഡിയോ, പൊട്ടാസ്യോ, സിങ്കോ, റുബീഡിയോ, മാഗ്നീഷ്യോ ഏതെടുത്താലും അതിൻ്റെ എല്ലാം ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. സ്ലോപ്പ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. പലതവണ APMD ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ കേട്ടോ. സ്ലോപ്പ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രിക് ഗ്രാഫ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ സ്ലോപ്പ് ഈസ് h/e. പക്ഷേ എന്തിലാണ് വ്യത്യാസം വരിക? 50 വ്യത്യാസം വരും. കാരണം 50 എന്ന് പറയുന്നത് മെറ്റീരിയൽ കോൺസ്റ്റൻ്റ് ആണ്. സോഡിയത്തിൻ്റെ വാല്യൂ അല്ല പൊട്ടാസ്യത്തിനുള്ളത്. സോ സപ്പോസ് ഇവിടെ നിങ്ങൾ രണ്ടാമതൊരു വേറെ ഏതെങ്കിലും ഒരു മെറ്റൽ എടുത്തു എന്ന് വിചാരിക്കുക. സേ ഇറ്റ് ഈസ് ഇത് മെറ്റൽ എയുടെ ഗ്രാഫാണ്. ഇനിയിപ്പോൾ ഒരു മെറ്റൽ ബി നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റൽ ബിയുടെ ഗ്രാഫ് വരുന്നത് എങ്ങനെയായിരിക്കും? ബാക്കി ഒരു കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവില്ല. എന്തിലൊഴിച്ച്? ഈ പറയുന്ന 50 ഒഴിച്ച് വേറെ ഒന്നിലും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ, രണ്ടാമതൊരു മെറ്റലിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സ്ലോപ്പും സെയിം ആണ്. ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരുന്നു അതേ സ്ലോപ്പ് തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ ഇതിൻ്റെ വാല്യൂവിൽ മാത്രം 50യുടെ വാല്യൂവിൽ മാത്രം വ്യത്യാസം വരും. സോ പല മെറ്റൽസിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഓൾ ദ ഗ്രാഫ് മസ്റ്റ് ബി പാരലൽ വിത്ത് ദ സെയിം സ്ലോപ്പ്, ബട്ട് ദേ വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് y ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ദ വർക്ക് ഫംഗ്ഷൻ. ഇതൊന്ന് ഓർമ്മിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഈ ചാപ്റ്ററിൽ 4 ഗ്രാഫുകളാണുള്ളത്. ആ 4 ഗ്രാഫും നീറ്റുകാർക്കായാലും JEE-കാർക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിവിടെ കാണേണ്ട ഒരു ഗ്രാഫ്, ഇപ്പോൾ ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? നമ്മളുടെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജിനെ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് വോൾട്ടേജിനെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഗ്രാഫിനെ വേറൊരു രീതിയിൽ പ്ലോട്ട് ചെയ്യാം കേട്ടോ. ഇതൊന്ന് സൈഡിലേക്ക് മാറിയിരിക്കട്ടെ. എന്തായാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. നൗ വി ക്യാൻ സി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. പച്ച കാര്യമായിട്ട് തെളിയുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് കളറൊന്ന് മാറ്റി പിടിക്കാം. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു hν മൈനസ് 50 ആണ്. ഇതിനെ നമുക്ക് ഗ്രാഫായിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടും? y ആക്സിസിൽ അവിടെ എടുത്തിരിക്കുന്ന ആരാണ്? കൈനറ്റിക് എനർജി. അവിടുത്തെ പോലെ നമ്മൾ വോൾട്ടേജ് അല്ല, കൈനറ്റിക് എനർജി ഡയറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ. x ആക്സിസിൽ അവിടെ വരുന്ന ആക്സിസിൽ ആരാ വന്നത്? ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ്. സോ വെൻ യു പ്ലോട്ട് ദ ഗ്രാഫ് യു വിൽ ഗെറ്റ് ദ സെയിം. എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഗ്രാഫ് അങ്ങ് കിട്ടും. ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ 50 അല്ല മക്കളെ. ഞാനിവിടെ എഴുതിയപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടില്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഇറ്റ് ഈസ് നത്തിങ്. ഞാനിതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടേണ്ടത് എന്താണ്? 50/E ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 50/E. 50/E. അല്ലെങ്കിൽ അത് പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് കൺഫ്യൂഷൻ വന്നേക്കാം. നമ്മൾ ത്രൂ ഔട്ട് ദ ഇക്വേഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? E കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും കോൺസ്റ്റൻ്റ് ആണ്, ഇലക്ട്രോണിക് ചാർജ് എന്ന് പറഞ്ഞാലും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ y ഇൻ്റർസെപ്റ്റുകളിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ എന്തിൽ വ്യത്യാസം വരില്ല? സ്ലോപ്പിൽ യാതൊരു വ്യത്യാസവും വരില്ല. ഈ ഇപ്പുറത്തെ ഇക്വേഷനിൽ നമ്മൾ കൈനറ്റിക് എനർജിയെ ഡയറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുകയാണ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലോട്ടിങ് ദ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വർക്ക് ഫംഗ്ഷൻ ഇത് ആര് തന്നെയാണ്? വർക്ക് ഫംഗ്ഷൻ തന്നെയാണ്. ഈ രണ്ടിലും ഉള്ള വ്യത്യാസം, ഇവിടെ വർക്ക് ഫംഗ്ഷൻ ജൂളിലായിരിക്കും, ഇവിടെ വർക്ക് ഫംഗ്ഷൻ അതിനെ E കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹിയർ വർക്ക് ഫംഗ്ഷൻ വിൽ ബി ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെയും സ്ലോപ്പിൻ്റെ വാല്യൂ ആസ് യൂഷ്വൽ. സ്ലോപ്പ് എന്താ മക്കളെ വരും ഇവിടെ? ഹിയർ സ്ലോപ്പ് ഈക്വൽ ടു tan തീറ്റ ഈക്വൽ ടു h എന്ന് കിട്ടും. ഇത് SI യൂണിറ്റിലാണ്, ഇത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അല്ലെങ്കിൽ ഇവിടെ ഗ്രാഫ് കൺസിഡർ ചെയ്തിരിക്കുന്നത്
ജൂളിലാണ്. ഇവിടെ ഗ്രാഫ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ആ രണ്ടെണ്ണത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പിന്നെ പല മെറ്റലിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും ഗ്രാഫ് എല്ലാം പാരലൽ ആയിരിക്കും. സ്ലോപ്പ് എല്ലാവരുടെയും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ വൈ ഇൻ്റർസെപ്റ്റ് അതായത് വർക്ക് ഫംഗ്ഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമുക്കിനി അതിൽ ഫർദർ ഡിസ്കഷൻ നടത്തേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എത്രയാണ്, കറണ്ടിൻ്റെ അതായത് അതിൻ്റെ ആ എക്സ്പെരിമെൻ്റ് ഉദ്ദേശിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെൻ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ജസ്റ്റ് സീ ദ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്. ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിലൂടെ ലൈറ്റിനകത്തേക്ക് വരാൻ വേണ്ടി മാത്രം ഒരു സ്ലിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലിറ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ലിറ്റാണ്. ഞാൻ വരച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഒരു സിലിണ്ടറിക്കലാണെങ്കിലും ശരിക്കും ആക്ച്വലി അത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ലിറ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം, സ്ലിറ്റിൻ്റെ വിഡ്ത്ത് കൂട്ടാം കുറയ്ക്കാം. സ്ലിറ്റ് വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കൂടും. അതായത് സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ സ്ലിറ്റ് ഇൻക്രീസസ് മീൻസ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ്. കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ലിറ്റ്. ഇവിടെ രണ്ട് മെറ്റൽസ് നമ്മൾ വെച്ചിട്ടുണ്ട്, രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ, ഒരെണ്ണം നെഗറ്റീവായിട്ടും മറ്റൊന്ന് പോസിറ്റീവായിട്ടും. ഇത് ആനോഡിക് പ്ലേറ്റ് ആണ്, ഇത് കാഥോഡിക് പ്ലേറ്റ് ആണ്. ഇതിൽ ഈ ആനോഡിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും എനി മെറ്റൽ പ്ലേറ്റ് ക്യാൻ ബി യൂസ്ഡ്. പക്ഷേ ഈ പറയുന്ന കാഥോഡിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ദിസ് ഷുഡ് ബി ദ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ ആയിരിക്കണം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കേണ്ടത്, കാഥോഡിക് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇതിലേക്കാണ് ലൈറ്റ് വന്ന് തട്ടുന്നത്. ഇതിലേക്ക് ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ആ വന്ന് തട്ടുന്ന ലൈറ്റിൻ്റെ എനർജി വർക്ക് ഫംഗ്ഷനേക്കാൾ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണെന്ന് അറിയില്ല, ബട്ട് ലെറ്റ് ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ബി 5 ആ 5 കൂടുതലാണെങ്കിൽ വാട്ട് വി ക്യാൻ സീ ഈസ് ആൻ ഇലക്ട്രോണിക് എമിഷൻ ഫ്രം ദ നെഗറ്റീവ് പ്ലേറ്റ് ടു ദ പോസിറ്റീവ് പ്ലേറ്റ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇലക്ട്രോൺസിൻ്റെ എമിഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇലക്ട്രോണിക് എമിഷൻ കാണണമെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ എച്ച് ന്യൂ മസ്റ്റ് ബി മച്ച് ഗ്രേറ്റർ ദാൻ 5 എച്ച് ന്യൂ ജസ്റ്റ് 5 ഈക്വൽ ആണെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യില്ല, പകരം എന്ത് മാത്രമേ നടക്കൂ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ നടക്കൂ. അപ്പോൾ റിമൂവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് മൊത്തം ഇതിനെ സറൗണ്ട് ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പോൾ ശരിക്ക് ഇലക്ട്രോൺസ് സംഭവിക്കുന്നത് ഇവിടുന്ന് റിമൂവ് ആയി അതെങ്ങോട്ടേക്ക് പോവും, പോസിറ്റീവ് പ്ലേറ്റിലേക്ക് പോകും. നാച്ചുറലാണ്, കാരണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് ഇജക്ട് ചെയ്യുന്നത്. അതിനെങ്ങോട്ടേക്ക് പോകണം, പോസിറ്റീവ് ചാർജിലേക്ക് തന്നെ പോയേ പറ്റുള്ളൂ. നമ്മളവിടെ ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ട് മീറ്റർ വയ്ക്കുന്നത് ഇതിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യാനാണ്. അതേപോലെ തന്നെ അമ്മീറ്റർ മെഷർ ചെയ്യുന്നത് ടു മെഷർ ദ വാല്യൂ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഈ കറണ്ടാണ് ഏത് കറണ്ടാണ്, അപ്പോൾ ഇവിടെ ഈ ബാറ്ററിയുടെ കറണ്ട് അല്ല, ഇവിടെ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കറണ്ട് ആയിരിക്കും ആര് മെഷർ ചെയ്യുന്നത്, ഈ പറയുന്ന അമ്മീറ്റർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വന്നു, ഇതിൽ തട്ടി, എപ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ അമ്മീറ്റർ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചില ബുക്കുകളിൽ ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്യും. കാരണം ഇതിലൂടെ ബാറ്ററി നിങ്ങൾ ഓൺ ചെയ്തുകൊണ്ടും കാര്യമൊന്നുമില്ല. ബാറ്ററി നിങ്ങൾ ഓൺ ചെയ്താലും ഇവിടെ ഈ കണക്ഷനിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് മക്കളെ. നമ്മളവിടെ സ്വിച്ച് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയാണല്ലോ, അതായത് നമ്മൾ സ്വിച്ച് കൊടുക്കേണ്ടത് ഇവിടെയല്ലേ, ഇവിടെ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന സ്വിച്ച്. അപ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് സ്റ്റേറ്റിലാണ്, കാരണം ഇപ്പോൾ ഇവിടെ ഇതിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നില്ല, ഇതിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നില്ല. പക്ഷേ ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ തട്ടുന്ന ലൈറ്റിൻ്റെ എനർജി നമ്മളുടെ ഇലക്ട്രോണിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അവിടുന്ന് ഇജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ഡിഫ്ലക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ആരെ കണക്ട് ചെയ്തിരിക്കുന്നത്, അമ്മീറ്ററിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ബാറ്ററിയുടെ റോൾ എന്താണ്, പലരുടെ ഒരു സംശയം അതാണ്, എന്തിനാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ബാറ്ററി ഇല്ലെങ്കിലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവുമല്ലോ, പിന്നെ എന്തുകൊണ്ട് ബാറ്ററി കണക്ട് ചെയ്യുന്നു എന്നുള്ളത് പലരുടെയും ഒരു ഡൗട്ടാണ്. സപ്പോസ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ സ്വിച്ച് അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിന് പെർമനൻ്റ് ആയിട്ട് നെഗറ്റീവ് ചാർജും ഇതിന് പെർമനൻ്റ് ആയിട്ടൊരു പോസിറ്റീവ് ചാർജും കിട്ടും.
ഇത് ആനോഡായിട്ടും ഇത് കാഥോഡായിട്ടും ആക്ട് ചെയ്യും. ഈവൻ ദോ നിങ്ങൾ ഈ സ്വിച്ച് ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ തന്നെ, അതായത് നേരത്തെ നമ്മൾ ആദ്യം വരച്ചിരുന്ന പോലെ ഈ സ്വിച്ച് ഇപ്പോൾ ഓപ്പൺ സ്റ്റേറ്റിലാണ്. സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ കൂടി ലൈറ്റിൻ്റെ എനർജി വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് അങ്ങ് എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ഇലക്ട്രോൺസ് റാൻഡമായിട്ട് പല ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തു, മെറ്റൽ സർഫസിൽ നിന്ന് ഇജക്ട് ചെയ്തു. ഈ ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസിന് ഒരു യൂണിഫോം പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇലക്ട്രോണിനെ യൂണിഫോം ആയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നത്, ഈ പറയുന്ന എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മക്കളെ നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയല്ലോ. അത് മെറ്റലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്താലും ആ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അപ്പുറത്തെ പ്ലേറ്റിലേക്ക് യൂണിഫോം ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു കറണ്ട് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നത്, ബാറ്ററി കണക്ട് ചെയ്യുന്നത്. പിന്നെ അതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. സപ്പോസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ലൈറ്റിൻ്റെ എനർജിയും വർക്ക് ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ലൈറ്റിൻ്റെ എനർജിയും വർക്ക് ഫംഗ്ഷനും ഈക്വൽ ആണ്. അപ്പോൾ പിന്നെ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവില്ലല്ലോ. 5 ഈക്വൽ ടു h nu ആവും. അപ്പോൾ ഇലക്ട്രോൺസ് ജസ്റ്റ് ഇവിടുന്ന് റിമൂവ് ആയി ഈ മെറ്റൽ സർഫസിനെ തന്നെ സറൗണ്ട് ചെയ്ത് നിൽക്കും. ഒരിക്കലും ഇതിന് വിട്ടുപോകില്ല, കാരണം അതിന് കൈനറ്റിക് എനർജി ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇപ്പുറത്തെ പ്ലേറ്റിന് ഒരു പോസിറ്റീവ് ചാർജ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ഒന്ന്, ഇവിടെ ഒരു യൂണിഫോം കറണ്ട്, റാൻഡം ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് പോവാതെ യൂണിഫോം ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ വേണ്ടിയും, അതുപോലെ ജസ്റ്റ് റിമൂവ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ അതൊരിക്കലും ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല, അതിന് മൂവ്മെൻ്റ് ഇല്ല, കൈനറ്റിക് എനർജി ഇല്ല. അങ്ങനെ കൈനറ്റിക് എനർജി ഇല്ലാത്ത ഇലക്ട്രോൺസിനെ ആനോഡിക് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്, ബാറ്ററി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബാറ്ററി കണക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആനോഡ് എപ്പോഴും ഏതെങ്കിലും അതർ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ മെറ്റലും, കാഥോഡിക് പ്ലേറ്റ് എപ്പോഴും ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ കുറവായിട്ടുള്ള മെറ്റലുമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പറഞ്ഞത് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് ഇതിനൊക്കെ ഈ 2 പ്ലേറ്റുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനും, അമ്മീറ്റർ യൂസ് ചെയ്യുന്ന ഒന്നുകിൽ അമ്മീറ്റർ യൂസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒരു ബൾബ് യൂസ് ചെയ്താലും മതി. കാരണം ഇവിടുന്ന് കറണ്ട് ഇലക്ട്രോൺസ് റിമൂവ് ആയി ഇപ്പുറത്ത് എത്തുമ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ചെറുതായിട്ട് ഗ്ലോ ചെയ്യും, ചെറിയൊരു ഗ്ലോയിങ് ഉണ്ടാവും ബൾബിന്. വലിയ കറണ്ടൊന്നും ഉണ്ടാവില്ല. അതൊരു മൈക്രോ ആംബിയർ ടു മില്ലി ആംബിയർ റേഞ്ചിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ലീസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എമിഷൻ മെത്തേഡാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. സോ അതിൽ നിന്ന് കണ്ടമാനം കറണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ദെൻ അവിടുത്തെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ആയിട്ട് ഇവിടെ ആരെയും ഉപയോഗിക്കുന്നത്, നമ്മളുടെ ബാറ്ററിയുടെ EMF എത്രയാണോ അതാണ് ഇവിടുത്തെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ബാറ്ററിയുടെ EMF കുറച്ചു. ബാറ്ററിയുടെ EMF കുറച്ചാൽ ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രോണിൻ്റെ ആക്സിലറേഷൻ കുറയും. കാരണം ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വോൾട്ടേജ് ആണ് ആരെ അട്രാക്ട് ചെയ്യുന്നത്, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നത്. സോ ബാറ്ററിയുടെ വോൾട്ടേജ് കുറയ്ക്കും തോറും ഇലക്ട്രോൺസ് കറണ്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്കുള്ള ആക്സിലറേഷൻ കമ്പാരറ്റീവ്ലി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ഗ്രാഫ് വരച്ചല്ലോ, V = h/e × nu -φ0. ഫ്രീക്വൻസി കൂടുന്തോറും ആക്സിലറേറ്റിംഗ് വോൾട്ടേജിൻ്റെ വാല്യൂ കൂടും. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കടക്കാം. ഇപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ലിറ്റാണ്. സ്ലിറ്റിലൂടെ ലൈറ്റ് വന്ന് ഇതിൽ തട്ടുമ്പോൾ only if the h nu greater than 50 you can see an electronic emission. otherwise നമ്മളവിടെ ഇലക്ട്രോണിൻ്റെ എക്സൈറ്റേഷൻ മാത്രമേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ എക്സൈറ്റേഷന് ശേഷം ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ എ ഡി എക്സൈറ്റേഷൻ വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ആസ് എ സ്പെക്ട്രം, അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് നമുക്കതിനെ കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള തിയറിയും. ഇനി നമ്മളിവിടെ കാണേണ്ടത് ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്തിനനുസരിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സിനനുസരിച്ച് വാരി ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടാവുമല്ലോ. ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ, അതുപോലെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു, സ്ലിറ്റിൻ്റെ വിഡ്ത്ത്. ഇതൊരു വാരിയബിൾ സ്ലിറ്റാണ്.
അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റാണ്. സപ്പോസ് ഞാൻ സ്ലിറ്റിൻ്റെ വിത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്ലിറ്റിൻ്റെ വിത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഏരിയ ഓഫ് ദ സ്ലിറ്റ് ഇൻക്രീസസ്. സോ മോർ ലൈറ്റ് വിൽ ബി കമ്മിങ് ഇൻസൈഡ്. എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും കൂടുതൽ ഫോട്ടോൺസ് ഉള്ളിലേക്ക് വരും. കൂടുതൽ ഫോട്ടോൺസ് ഉള്ളിലേക്ക് വന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? ദ പ്രോബബിലിറ്റി ഓഫ് കൊളീഷൻ വിത്ത് ഇലക്ട്രോൺസ് വിൽ ഇൻക്രീസ്. ആദ്യം 100 ഫോട്ടോൺസ് ആണ് വന്നിരുന്നത്, ഇപ്പോൾ 1000 ഫോട്ടോൺസ് വരുന്നുണ്ട്. സോ ഫോട്ടോണിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് കൂടും? ഇലക്ട്രോണുമായിട്ടുള്ള കൊളീഷനുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോണുമായിട്ടുള്ള കൊളീഷനുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ദർ ഈസ് എ പോസിബിലിറ്റി ഓർ ദർ ഈസ് മോർ പ്രോബബിലിറ്റി ഫോർ എജക്റ്റിംഗ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ മെറ്റൽ സർഫസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്ലിറ്റിൻ്റെ വിഡ്ത്ത് കൂട്ടിയാൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടും. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടിയാൽ കൊളീഷൻ കൂടും. കൊളീഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്ത് വരാനുള്ള സാധ്യതയും കൂടും. അപ്പോൾ അത് ഒന്നാമത്തെ ഫാക്ടർ. ഇതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ വേരിയേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത് വാരി ചെയ്യാവുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ്. വരുന്ന ലൈറ്റ് ഇപ്പോൾ റെഡ് കളറിലാണ് വരുന്നത് എന്ന് വിചാരിക്കുക. റെഡ് കളറിൽ വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ യെല്ലോ അല്ലേ വരച്ചിരിക്കുന്നത്, ഇപ്പോൾ യെല്ലോ കളറിലാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ന്യൂ എന്ന് പറയുന്ന ആരോ ഫ്രീക്വൻസിയാണ്? യെല്ലോൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? യെല്ലോ കളർ മാറ്റിയിട്ട് അവിടെ ഗ്രീൻ കളർ ആക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലൂ കളർ ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായി? ഫ്രീക്വൻസി കൂടിയ മക്കളെ ഇതിലൊരു മാറ്റം വരുന്നില്ല. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതിലൂടെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല, ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടി. ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാലും പക്ഷേ സ്ലിറ്റിൻ്റെ ഗ്യാപ്പിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. സോ ആദ്യം എത്ര ഫോട്ടോൺസ് ആണോ ഉള്ളിലേക്ക് വന്നത് അത്രയും ഫോട്ടോൺസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്, ബട്ട് ദർ ഈസ് ചേഞ്ച് ഇൻ ദ എനർജി ഓഫ് ഫോട്ടോൺ. എനർജി ഓഫ് ഫോട്ടോൺസ് കൂടി. ഫോട്ടോണിൻ്റെ എനർജി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും. എനർജി കൂടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തു വരുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പറിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ആദ്യം വന്നിരുന്ന അത്രയും ഫോട്ടോൺസ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ വരുന്ന ഫോട്ടോൺസ് ആദ്യം യെല്ലോ ഫോട്ടോൺസ് ആണ് വന്നിരുന്നത്, ഇപ്പോൾ ഗ്രീൻ ഫോട്ടോണാണ് വരുന്നത്. ഫോട്ടോണിൻ്റെ എണ്ണമല്ല മാറുന്നത്, പകരം എന്താ മാറുന്നത്? വരുന്ന ഫോട്ടോണിൻ്റെ എനർജിയാണ് മാറുന്നത്. വരുന്ന ഫോട്ടോണിൻ്റെ എനർജി മാറിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫോട്ടോ ഇലക്ട്രിക് കറന്റ്, ബട്ട് ദർ വിൽ ബി ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ്. അതാണ് രണ്ടാമത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം. അപ്പോൾ ഫ്രീക്വൻസി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെ അല്ലെങ്കിൽ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഫാക്ടർ ഓർമ്മിക്കണം. മനസ്സിലായിട്ടുണ്ടാവണം നിങ്ങൾക്ക്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമ്മളുടെ ആക്സലറേറ്റിംഗ് വോൾട്ടേജ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വോൾട്ടേജ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവും. നിങ്ങൾ ഈ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അതായത് ആസ് യു ഇൻക്രീസ് ദ ആക്സലറേറ്റിംഗ് വോൾട്ടേജ് ഇലക്ട്രോൺസ് വിൽ മൂവ് മോർ ഫാസ്റ്റർ ടുവേർഡ്സ് ദ ആനോഡിക് റീജിയൻ. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ആക്സലറേഷൻ കുറവായിരിക്കും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഫാക്ടേഴ്സും. ഇനിയിപ്പോൾ നമുക്ക് അവിടെ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻസ് ആണ്. ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു, ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു, ഇനി ഇതേപോലെ തന്നെ വോൾട്ടേജിനനുസരിച്ച് എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ ഇനി ആ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കോമ്പൻഡിയം മെറ്റീരിയലിലുള്ള എക്സാമ്പിൾ 11 ആണ്. എക്സാമ്പിൾ 11 സോൾവഡ് എക്സാമ്പിൾ 11 ആണ്. എക്സസൈസ് എന്തായാലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, ലൈവായിട്ട് ഡിസ്കസ് ചെയ്യും. സോ ജസ്റ്റ് ലിസൺ ദ എക്സാമ്പിൾ 11 ഓഫ് യുവർ കോമ്പൻഡിയം. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ടങ്സ്റ്റൺ കാഥോഡ് വിച്ച് ഹാസ് എ ത്രഷോൾഡ് വേവ് ലെങ്ത് ഓഫ് 2300 ആങ്സ്ട്രം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ വാല്യൂ നിങ്ങൾ കോമ്പൻഡിയം ഒന്ന് റെഫർ ചെയ്തോളൂ. ടങ്സ്റ്റൺ കാഥോഡാണ്. അതിൻ്റെ ത്രഷോൾഡ് വേവ് ലെങ്ത് λ0യുടെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 2300 ആങ്സ്ട്രം. It is irradiated by ultraviolet light of wavelength 1800 ആങ്സ്ട്രം. അപ്പോൾ λ0 ഇതാണ്. അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന വേവ് ലെങ്ത്, ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് പറയുന്നത് 1800 ആങ്സ്ട്രമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് അത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നല്ലോ. അതായത് ഇതുപോലുള്ള കേസുകളിൽ
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കണം. അതേപോലെ വേവ് ലെങ്ത്ത് ത്രെഷോൾഡ് വേവ് ലെങ്ത്തിനേക്കാൾ കുറവായിരിക്കണം. സോ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ലാംഡ 0. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്ന സമയത്ത് യു ഹാവ് ടു ഫൈൻഡ് 2 തിങ്സ്. ഫസ്റ്റ് വൺ, ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ്, ഒന്ന്. രണ്ടാമത്തെ, വർക്ക് ഫംഗ്ഷൻ ഫോർ ടങ്സ്റ്റൺ. 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അതുപോലെ മാക്സിമം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ട് ശീലിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു h nu എന്ന് എഴുതാം, അല്ലെങ്കിൽ hc ബൈ ലാംഡ എന്ന് എഴുതാം. എങ്ങനെയാണെങ്കിലും hc ബൈ ലാംഡ മൈനസ് φ0, വേർ φ0 ഇസ് ഈക്വൽ ടു hc ഡിവൈഡഡ് ബൈ ലാംഡ 0. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇതിൽ ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മുടെ സമയം കണ്ടമാനം കളയും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഡിറൈവ് ചെയ്ത് തന്ന ഇക്വേഷൻ അതെന്തായിരുന്നു? 12,400 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്ന ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 12,400 യൂസ് ചെയ്യാൻ കാരണം ഇവിടെ നമുക്ക് യൂണിറ്റ് തന്നിരിക്കുന്നത് എന്തിലാണ്? ആങ്സ്ട്രം യൂണിറ്റിലാണ്. സോ ഇവിടെ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് hc ബൈ ലാംഡ എന്ന് എഴുതേണ്ട കാര്യമില്ല, പകരം എന്ത് കൊടുത്താൽ മതി? 12,400 ഡിവൈഡഡ് ബൈ 1,800 എന്ന് കൊടുത്താൽ മതി. 12,400 ഡിവൈഡഡ് ബൈ, ഇവിടെ ലാംഡയുടെ വാല്യൂ വരുന്നത് 1800 ആണ്, മൈനസ് വർക്ക് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ, കാരണം നമുക്ക് ത്രെഷോൾഡ് വേവ് ലെങ്ത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ φ0ക്ക് പകരം ഈ കാണുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം കുറേ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 12,400 ഡിവൈഡ് ബൈ 12,375 എടുത്താൽ പിന്നെയും സമയം പോകും. അപ്പോൾ ബെറ്റർ ഈ കാൽക്കുലേഷനാണ്. ഡിവൈഡ് ബൈ നമുക്ക് എത്ര കിട്ടും? 2,300 അല്ലേ? അല്ല സോറി, 2,300 അല്ല, 1,800 ആണ് അവിടുത്തെ. 1,800 അല്ലല്ലോ, സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയില്ല മക്കളെ. അവിടെ ഇൻസിഡൻറ്റ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ വാല്യൂ വരുന്നത് എത്രയാണ്? ലാംഡ 0യുടെ വാല്യൂ വരുന്നത് 2,300 ആണ്. അപ്പോൾ ഡിവൈഡർ ബൈ 2,300 എന്ന് വരും. സോ ഇത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 23, ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ 23 × 5 എന്ന് പറയുമ്പോൾ 115 വരും. സോ ഒരു അല്പം 5നേക്കാൾ ഒരു അല്പം കൂടും. സോ ഇറ്റ് ഈസ് അറൗണ്ട് 5.5 അല്ലെങ്കിൽ 5.4 വരും ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് ഇത്ര പെട്ടെന്ന് കാര്യം കഴിയും. മറ്റേത് നമ്മൾ hc ബൈ ലാംഡയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സമയം എത്ര വേസ്റ്റ് ആയി പോകും നമ്മുടെ. അപ്പോൾ ഇതാണ് φ0 വരുന്നത്. ഇവിടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വരുന്ന ലൈറ്റിൻ്റെ എനർജി കണ്ടുപിടിക്കണം. വരുന്ന ലൈറ്റിൻ്റെ എനർജിയാണിത്. സോ മൈനസ് എത്ര വരുന്നത്? 5.4 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എല്ലാം ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഇതിൻ്റെ വാല്യൂ ഉദ്ദേശം എത്ര വരും? 18. ഇതിൻ്റെ വാല്യൂ വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 18 ഇൻറ്റു എത്ര വരും നോക്കാം നമുക്ക്. 18 × 8. 18 × 8 വേണ്ട, നമുക്കൊരു 6 ഒക്കെ മതിയാവും തോന്നുന്നു. 18 × 6 108, 8ഉം 18. അപ്പോൾ ഒരു അറൗണ്ട് ഒരു 6.9 ആൻസർ വരും തോന്നുന്നു. ഇറ്റ് വിൽ ബി അറൗണ്ട് ലാംഡയുടെ വാല്യൂ അവിടെ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് ഇറ്റ് ഈസ് 18 × 7 എടുത്ത് നോക്കാം നമുക്ക്. 56, 126. അപ്പോൾ 7 വരില്ല, നമുക്ക് 7നേക്കാൾ ഒരല്പം കുറവായിരിക്കും. സോ ഇറ്റ് ഈസ് 6.9 മൈനസ് 5.4. സോ ആൻസർ എത്ര വന്നു? 1.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റിനുള്ള ആൻസർ ആയിട്ടുണ്ട്. ഒന്ന്, വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 5.4 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 1.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ദിസ് ഇസ് എക്സാമ്പിൾ 11. ഞാൻ ജസ്റ്റ് നമ്മൾ തിയറി പറഞ്ഞല്ലോ. അപ്പോൾ തിയറി പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് വെച്ചാലും അതിൻ്റെ കൂടെ 1-2 എക്സാമ്പിൾ ചെയ്യുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം മക്കളെ. 1 more ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഇക്വേഷൻ, നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഇക്വേഷൻ ഇതാണ്. അതിനേക്കാൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പം ഇതാണ്. അതാണ് ഞാൻ 12,400 അല്ലെങ്കിൽ 1,240 വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നത്. സോ ജസ്റ്റ് സി 1 more ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അത് നമ്മളുടെ മാഗ്നറ്റിക് എഫക്ട്സിനെയൊക്കെ കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എക്സാമ്പിൾ 12 ഓഫ് യുവർ മെറ്റീരിയൽ. കോമ്പൻഡിയത്തിൽ എക്സാമ്പിൾ 12 സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 1,800 ആങ്സ്ട്രം ejects photo electrons from a metal surface whose work function is 2 electron volt. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് അത്യാവശ്യം ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. വർക്ക് ഫംഗ്ഷൻ വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ പറയുന്നത് 1,800 ആങ്സ്ട്രം ആണ്. സോ ലാംഡ ഇസ് ഈക്വൽ ടു
അൾട്രാവയലറ്റ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 1800 ആങ്സ്ട്രോം. അപ്പോൾ 1800 ആങ്സ്ട്രോം ആണ്. അപ്പോൾ മക്കളെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എത്രയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. എത്രയാണ് ഇതിൻ്റെ എനർജി വരുന്നത്? എനർജി ഇസ് ഈക്വൽ ടു 12,400 ഡിവൈഡഡ് ബൈ 1800. അത്രയും ഇലക്ട്രോൺ വോൾട്ടാണ് നമുക്ക് കിട്ടുക ഈ യൂണിറ്റിൽ. 12,400 ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എന്താണ് ഇലക്ട്രോൺ വോൾട്ടിലാണ് ആൻസർ. പിന്നെ നിങ്ങൾ കൺവേർഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചെയ്തതാണല്ലോ. എത്രയാണ് വരുന്നത്? 6.9 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് വരുന്ന ലൈറ്റിൻ്റെ എനർജി. ഇനി എന്താ പറയുന്നത്? ഇറ്റ് ഇജെക്ട്സ് ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ ഹൂസ് വർക്ക് ഫംഗ്ഷൻ ഈസ് 2 ഇലക്ട്രോൺ വോൾട്ട്. സോ നമുക്കവിടെ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ 50 is equal to എത്ര തന്നിരിക്കുന്നത്? 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ യു ഗോട്ട് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 6.9 മൈനസ് 2 ദാറ്റ് ഈസ് 4.9 ഇലക്ട്രോൺ വോൾട്ട് എന്ന് ആൻസർ കിട്ടും. ഇലക്ട്രോണിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി ഇത്രയാണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ മറ്റു ചില കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 5 × 10⁻⁻5 ടെസ്ല is applied parallel to the plate, what would be the radius of the path followed by electrons ejected normally from the plate with maximum energy? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ മെറ്റാലിക് പ്ലേറ്റ് എന്ന് വിചാരിക്കുക. ഈ മെറ്റൽ പ്ലേറ്റിൽ നിന്നാണ് നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ലൈറ്റ് ഇതിൽ വന്ന് തട്ടുന്നുണ്ട്. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 1800 ആങ്സ്ട്രോം ഇൻസിഡൻറ്റ് ഓൺ ദ മെറ്റീരിയൽ. സോ ദാറ്റ് ഇലക്ട്രോൺസ് വിൽ ബി ഇജക്റ്റഡ് നോർമലി. ഇജക്റ്റഡ് നോർമലി എന്ന് ക്വസ്റ്റനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. നമ്മളെന്താ ചെയ്യുന്നത്? ഈ പ്ലേറ്റിന് പാരലലായിട്ട് ആര് അപ്ലൈ ചെയ്യുന്നുണ്ട്? 5 × 10⁻⁻5 ടെസ്ല എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റിന് പാരലൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചോളൂ. ഇതാ പ്ലേറ്റിന് പാരലലായിട്ടാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. പ്ലേറ്റിന് പാരലൽ ആണെങ്കിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അതായത് ഇങ്ങനെ. ഇതിനെ ഈ ഒരു രീതിയിൽ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ കണ്ടോളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇതാണ് നമ്മളുടെ മെറ്റൽ പ്ലേറ്റ് വരുന്നത്. ഈ മെറ്റൽ പ്ലേറ്റിൽ നിന്ന് നോർമലായിട്ടാണ് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് വരുന്നത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലല്ലേ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അപ്ലൈഡ് പാരലൽ ടു ദ പ്ലേറ്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് അലോങ് ദ നോർമൽ ഡയറക്ഷൻ. സോ ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടവർക്ക് ഇങ്ങനെയാവാം, അല്ലാത്തവർക്ക് ഈ രീതിയിൽ അതിനെ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കേസിലാണെങ്കിലും രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ വെനെവർ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഓൺ എ ചാർജർ പാർട്ടിക്കിൾ. മാഗ്നറ്റിക് എഫക്ട്സിൽ പഠിച്ചതനുസരിച്ച് എങ്ങനെയായിരുന്നു? ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ചാർജിൻ്റെ വെലോസിറ്റി വരുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു the velocity of the charger particle, then you can say that the charger particle will create a circular path. നമ്മൾ cyclotron radius ഒക്കെ പഠിച്ച പോലെ തന്നെ. So what we can write is mv² divided by r is equal to qvb എന്ന് വരും. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുന്നത്? the radius of the path is equal to mv divided by qb എന്ന് കിട്ടും. This is what we have to apply here. സോ ആർ ഇസ് ഈക്വൽ ടു mv/qb. ഇവിടെ ഇലക്ട്രോൺ ആണ് ചാർജ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് യു നോ ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെ നമുക്ക് അറിയേണ്ടത് ആര് മാത്രമേ ഉള്ളൂ? വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് മാത്രമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ് us ഫൈൻഡ് ദാറ്റ്. വെലോസിറ്റി ഓഫ് കൈനറ്റിക് എനർജി അറിയാലോ, 5 ആണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതുന്നു? ഹാഫ് mv² ഇസ് ഈക്വൽ ടു 4.9 ആണ്. അല്ലെങ്കിൽ ഹാഫ് mv² ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ 4.9 ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാരണം മാസ് ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ നമ്മൾ എപ്പോഴും എന്തിലാണ് അപ്ലൈ ചെയ്യുന്നത്? കിലോഗ്രാമിലാണ്. അപ്പോൾ 4.9 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 അത്രയും ജൂൾ എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് യു ക്യാൻ കാൽക്കുലേറ്റ് ഫ്രം ദിസ്. എത്ര വരും വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ? മാസ് ഓഫ് ഇലക്ട്രോൺ യു നോ. സോ 4.9 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു ഒരു 2 വരും, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ഇസ് 9.1 ഇൻറ്റു 10⁻⁻31. അതിൻ്റെ ഹോൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ വിൽ ബി അറൗണ്ട് 1.3 ഇൻറ്റു 10⁻6 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും ഇലക്ട്രോൺ വെലോസിറ്റി. ആൻഡ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദാറ്റ് ഇക്വേഷൻ. സോ നമ്മളുടെ ആൻസർ വരുന്നത് നോക്കാം നമുക്ക്.
ഇവിടെ നമുക്ക് എന്തായാലും സ്പേസ് ഇല്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ ഉള്ള സ്പേസിൽ ആൻസർ കണ്ടുപിടിക്കാം. എത്ര വരുന്നത്? റേഡിയസ് ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10 to the power of minus 31. വെലോസിറ്റി യു ഗോട്ട് ഹിയർ 1.3 ഇൻറ്റു 10 power 6 എന്ന് വരും. ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് 1.6 ഇൻറ്റു 10 to the power of minus 19. Magnetic field that you have applied is 5 into 10 to the power of minus 5 ടെസ്ല. ഇത് സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ഇതിൻ്റെ ആൻസർ നമുക്ക് ഉദ്ദേശം വരുന്നത് ഇത് 16, ഇത് 8 വരും. 9 ഇൻറ്റു 1.3 27. സോ ഇറ്റ് വിൽ ബി 9 ഇൻറ്റു 1.3 എന്ന് പറയുമ്പോൾ 18, നമുക്കൊരു 12 വരും. 9 ഇൻറ്റു 1.3 എന്ന് പറഞ്ഞാൽ അറൗണ്ട് 12 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 1.5. പവർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ -25, ഇവിടെ ഒരു -24 വരും. സോ ഇറ്റ് വിൽ ബി അറൗണ്ട് 1.5 ഇൻറ്റു 10 to the power of minus 1. 1.5 into 10 to the power of minus 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 0.15 മീറ്റർ എന്ന ആൻസർ വരും. അതിൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആൻസർ 0.149 മീറ്റർ ആണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആൻസർ 0.149. നമുക്ക് ഏതാണ്ട് സെയിം ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു അപ്രോക്സിമേഷൻ ഞാനിവിടെ നടത്തിയെന്ന് മാത്രം. ഓക്കെ, സോ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പറഞ്ഞ കാര്യങ്ങൾ, 2 ക്വസ്റ്റ്യനിലും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.